ഹലോ ഡിയർ വ്യൂവേഴ്സ്. ഡിയർ സിന്ദഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഓക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. നന്നായിട്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല, ഫീലിംഗ് ബെറ്റർ. പക്ഷേ നിങ്ങളെല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് കേൾക്കാനാണ് കേട്ടോ ഇഷ്ടം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മെൻ്റലി അത്ര ഓക്കെ അല്ല. ഓക്കെ അല്ല ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലപോലെ ഓവർ തിങ്കിങ് ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഓക്കെ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് നമ്മളെ ഓക്കെ ആക്കാൻ ശ്രമിക്കുമ്പോൾ അതും നേരെ ഉൾട്ടയായിട്ടാണ് വരുന്നത്. അതായത് റിവേഴ്സ് എഫക്റ്റ് പോലെയാണ് വരുന്നത്. സോ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കുക എന്താ ചെയ്യണ്ടേ. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ അതിലൊന്നൊരു ഫലം കാണാണ്ട് വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈ മീ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തിട്ടും എന്താ ഇങ്ങനെ, ലൈക്ക് എപ്പോഴും എനിക്ക് എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തിലൊക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചാലും ചിലപ്പോൾ നടക്കണം എന്നില്ല, അല്ലേ? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലിനിക്കൽ ഡിപ്രഷനിൽ പോയിട്ടുള്ള ഒരാളാണ്. ആ സമയത്തൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ എന്നോട് എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ നിന്ന് ഗെറ്റ് റെഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ നീ തന്നെ വിചാരിക്കണം, നീ തന്നെ വേണം നിന്നെ ഓക്കെ ആക്കി എടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനം എപ്പോഴും എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ക്യൂർ ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അതിലൊരു 80% എഫേർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ബാക്കി 20% നമ്മൾ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നോ അവരുടെ ഭാഗത്തുനിന്ന്, ലൈക്ക് ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ അതല്ലെങ്കിൽ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത്. കാരണം നമ്മൾ എന്തെങ്കിലും ഓപ്പണായിട്ട് പറയുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ 80% എഫക്റ്റ് നമ്മളുടെ അടുത്തുനിന്നും നമ്മൾ ആരോടാണോ ഇത് ഓപ്പണായിട്ട് പറയുന്നത് അവർ നമുക്ക് തരുന്ന ഒരു കെയറും പിന്നെ അവർ തരുന്ന ചില അഡ്വൈസസും ചില ഓപ്ഷൻസും അതിലൊക്കെയാണ് ബാക്കി 20% ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ. സോ ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ജാതിയായിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കുറേ നോക്കി എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയ സമയത്ത് കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ 2-3 ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ് ഇല്ലേ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരേക്കാളും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാണല്ലോ. എന്ത് കണ്ടാലാണ് അല്ലെങ്കിൽ എന്ത് കേട്ടാലാണ്, എന്തിൽ കൂടിയൊക്കെ കടന്നു പോയാലാണ് ഞാൻ കുറച്ച് ബെറ്റർ ആവുക, എനിക്ക് സന്തോഷം കിട്ടുക, അതായത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് ഉള്ള വേ ഏതൊക്കെയാണെന്ന് എനിക്കല്ലേ അറിയുന്നത്. സോ ഞാൻ കുറച്ചിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി. അത് ഒരു 60%ഓളം ഓക്കെയാണ്. അപ്പം ഞാൻ കരുതി ആരെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, വേറൊരു പോലെ വരുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോ മാക്സിമം ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ അറിയില്ല എപ്പോഴും ചെയ്യുന്നൊരു എനർജി കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ആ പോയിന്റ്സ് ഷെയർ ചെയ്യാം, ആ വീഡിയോയിലേക്ക് കിടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എന്നൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവരൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ. എന്തൊക്കെയാണ് ഞാനീ പറയണല്ലേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും എൻ്റെ അടുത്ത് പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു വിഷമം വരികയാണ് നമ്മുടെ ഉള്ളിൽ, നമുക്കത് കരഞ്ഞു തീർക്കണം എന്നുണ്ടെങ്കിൽ ഹാവ് എ ഗുഡ് ക്രൈ എന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ കരഞ്ഞങ്ങ് തീർക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരയുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്തകളിലുമുള്ള വിഷമങ്ങൾ മുഴുവൻ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഈ ഒരു പോർഷൻ ചേർത്തിട്ടൊരു വേദന വരും. ഇങ്ങനെ ശ്വാസം മുട്ടി അങ്ങനെ ഒരു വേദന വരും. ആ വേദനയിലേക്ക് എത്തിക്കാതിരിക്കുക. നിങ്ങളങ്ങ് കരയുക, വാ വിട്ട് കരയുക. നിങ്ങൾക്ക് വിഷമിച്ച് നിങ്ങൾ ഒരിക്കലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യരുത്, പ്രത്യേകിച്ച് സങ്കടങ്ങൾ ഒരിക്കലും കൺട്രോൾ ചെയ്യരുത്. കരഞ്ഞു തീർക്കുക, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കരയുക. അതായത് നിങ്ങൾക്ക് എത്ര വേണോ, നിങ്ങളുടെ കണ്ണീര് നിൽക്കുന്നോ അതുവരെ നിങ്ങൾ കരയുക. കരയുന്നത് വലിയ എന്തോ പാപമാണെന്നും കരയുന്നത് ഒരു നാടകമാണെന്നും കരയുന്നത് സീരിയൽ ടൈപ്പ് ആണെന്നൊക്കെ പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കരയുന്നതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണോ നമ്മൾക്ക് കരച്ചിൽ വരുന്നത്, ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ അത്രയും സിൻസിയറായിട്ട് എടുത്തത് അല്ലെങ്കിൽ പ്യുവറാണ്. ഒരു സ്നേഹത്തിൽ നിന്നുള്ള കരച്ചിലാണെങ്കിൽ ആ സ്നേഹം പ്യുവറാണ്. എന്തെങ്കിലും
വിഷമത്തിൽ നിന്നുള്ള കരച്ചിലാണെങ്കിൽ ആ വിഷമം എന്ന് പറയുന്നത് സിൻസിയർ ആയിട്ടുള്ള കാര്യമാണ്. ഒരാളിൽ നിന്നുള്ള വിഷമം കൊണ്ട് കരയുകയാണെങ്കിൽ ആ ആളോടുള്ള നിങ്ങളുടെ സ്നേഹം സിൻസിയറാണ്, പ്യുവറാണ് എന്നൊക്കെയാണ് അതിനർത്ഥം. സോ കരയുന്നതിന് ഒരിക്കലും പുച്ഛിക്കരുത്. കരഞ്ഞിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കും, പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് സങ്കടങ്ങൾ വരും, നമുക്ക് കരച്ചിൽ വരും. ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ കുത്തി നോവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുച്ഛിക്കുമ്പോഴൊക്കെ ഇത് കൂടുകയാണ് ചെയ്യുക. സോ കരയുന്ന ഒരാളെയും പുച്ഛിക്കാൻ നിൽക്കരുത്. കരഞ്ഞു തീർക്കുക എന്നുള്ള സാധനം ഒരിക്കലും കൺട്രോൾ ചെയ്യരുത്. കരഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ കരച്ചിലൊരിക്കലും കൺട്രോൾ ചെയ്യാതിരിക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇതെനിക്ക് പേഴ്സണലി നല്ലൊരു അനുഭവമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ, ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഒക്കെ ഉള്ള സമയത്ത് നല്ലൊരു കുളി എടുത്ത് നോക്കി. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു ഷവർ എടുക്കുക, തലയിൽ കൂടെ കുറച്ച് നല്ല തണുത്ത വെള്ളം പോവുക, അതിനോട് കൂടി തന്നെ നമ്മുടെ ബ്രഷൊക്കെ ഒന്ന് ചെയ്തിട്ട് വരുമ്പോൾ, ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ 101% ഇത് ഓക്കെ ആവുന്ന കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ പരീക്ഷിച്ച് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ വന്ന് ഷെയർ ചെയ്യാറുള്ളൂ എന്നറിയാലോ. സോ നല്ലൊരു കുളി കിട്ടുക, നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരം തണുക്കുന്നതിനോട് കൂടി തന്നെ മനസ്സും ഒന്ന് കാം ഡൗൺ ആകും, ഒന്ന് തണുക്കും. പിന്നെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നും. അപ്പോൾ യൂഷ്വലി ഞാനങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ലാസ്റ്റുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്, നമ്മൾ ഇതേപോലെ വിഷമിച്ച് ഒരുമാതിരി ആയിട്ടിരിക്കുന്ന സമയത്ത് കരച്ചിലും ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട്, ഐ മീൻ ബഹളം ഇൻ ദ സെൻസ് എന്നോട് തന്നെ കേട്ടോ, ഇവിടെ ഞങ്ങൾ തമ്മിൽ ബഹളം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തിലും മനസ്സിൽ കൂടെയും പോകുന്ന കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നല്ലൊരു ചായ കുടിക്കുക, അതല്ലെങ്കിൽ ഒരു ജിഞ്ചർ ടീ, അതല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കുക, നല്ല തണുത്തത്. ചൂട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പേഴ്സണലി ഞാനൊരു ടീ പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ ചായ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ഡ്രിങ്ക് എടുക്കുക, അതെന്താണെങ്കിലും വൈനാവാം, ലെമൺ ജ്യൂസ് ആകാം, എന്തെങ്കിലും ജിഞ്ചർ ടീ ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൂടി എടുത്തു കഴിയുമ്പോൾ ഒന്ന് തണുക്കും നമ്മുടെ ശരീരം തണുക്കുന്നതിനോട് കൂടി തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് അയയുന്ന പോലെ കേട്ടോ, ലൂസാകുന്ന പോലെ. ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അങ്ങ് ഇരിക്കുന്ന സമയത്താണ് നമുക്കൊരാളോട് നല്ലത് സംസാരിക്കാൻ തോന്നുക, നല്ലത് പറയാൻ തോന്നുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ വരും കേട്ടോ. കാരണം നമുക്ക് ഈ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അതായത് നമുക്ക് കിട്ടാത്തത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കണം എന്നാണ് പറയുക. ഞാൻ വെറുതെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ മഞ്ജി ചാരുത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് കേട്ടോ. ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് എഴുതും. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത്, ഫേസ്ബുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് ആ കുട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ടു, എന്നെപ്പറ്റി ആരെങ്കിലും ഒന്ന് നല്ലത് പറയാമോ എന്ന്, കുറച്ച് നല്ലതുകൾ പറയാമോ എന്ന്. എന്നെപ്പറ്റി നല്ല ഉദ്ദേശിച്ചത് നല്ലത് പറയാമോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും ഇപ്പം അൻസുവിൻ്റെ അടുത്താണെങ്കിലും ശ്രുതിയുടെ അടുത്താണെങ്കിലും ഞാനിപ്പം എടി ഒന്ന് പോസ്റ്റ് ചെയ്തേന്നാ പറയാ. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത്, ഒന്നും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലത് പറയാം. നീ അടിപൊളിയാണ് പൊളിയാണ് എന്നല്ല, എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഏതെങ്കിലും ഒരു 10-20 കൊല്ലം മുന്നേ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, നല്ലതുകൾ എന്തെങ്കിലും കേൾക്കാനുള്ള അത്രയും ആഗ്രഹം കൊണ്ട് ചില സമയങ്ങളുണ്ടാവും. അപ്പം എനിക്ക് ആ കുട്ടി എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന പോലെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ എഴുത്തുകളെടുത്ത് വായിക്കാറുണ്ട്. പിന്നെ മിക്കപ്പോഴും എൻ്റെ വാൾപേപ്പേഴ്സും ഫോണിൻ്റെ കേട്ടോ ഗാലറിയിലൊക്കെ ഇഷ്ടംപോലെ ആ കുട്ടിയുടെ വരകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും ഫേസ്ബുക്കിൽ നിന്ന് സേവ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വ്യക്തികളുടെ എഫേർട്സ്, ചില വ്യക്തികളുടെ റീൽസ്, ചില വ്യക്തികളുടെ ഷോർട്സ്, ചില വ്യക്തികളുടെ സംസാരം, ചിലരുടെ ആർട്ട് പോലും നമ്മളെ കൂളാക്കാനുള്ള കഴിവുണ്ട്. ഞാനെപ്പോഴും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവളുടെ വർക്കിലൂടെ ഇങ്ങനെ കടന്നു പോകാറുണ്ട് ആ കുട്ടിയുടെ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒരു 3-4 years ആയിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണ് ആ കുട്ടി. ഫേസ്ബുക്കിൽ ഒത്തിരി പഴയ ഒരു സുഹൃത്താണ്. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഷെയർ ചെയ്തു. ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഞ്ജു എനിക്കൊരു എന്താ പറയുക, പെയിൻ കില്ലർ പോലെയോ ഒരു പെയിൻ റിലീഫ് പോലെയോ ഒക്കെ ആക്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും മഞ്ജുയുടെ എഴുത്തുകൾ ഞാൻ റീഡ് ചെയ്യാറുണ്ട് എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, മഞ്ജുയുടെ ആർട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരാളെ പറ്റി നല്ലത് പറയുന്നത് സന്തോഷം തരുന്ന ആളുകളായിരിക്കണം. ചില വ്യക്തികളുണ്ട് ഈ പറയുന്ന പോലെ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. അവരോടല്ല ഇത് പറയുന്നത്, സാധാരണ മനുഷ്യന്മാരില്ലേ, എല്ലാ ഇമോഷൻസും ഉള്ള അവരെ പറ്റിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ കുട്ടിയോട് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് സംസാരിച്ചപ്പോഴൊക്കെ എനിക്കും ഒരു സന്തോഷം തോന്നി, നല്ലത് പറഞ്ഞല്ലോ എന്നുള്ള. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെയൊക്കെ എനിക്കിങ്ങനെ സങ്കടം വന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, എവിടെയും നിർത്താതെ. അതൊരു ചലഞ്ചാണ്. കാരണം ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തി കരയാൻ പോയി കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ തോറ്റുപോയി എന്നാണ് അർത്ഥം. സോ ആ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ലവ് ലെറ്റർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളും പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ലവ് ലെറ്റർ ഇൻ ദ സെൻസ് ഒരു ഭയങ്കര വലിയ പേപ്പർ എടുത്ത് കുറേ കാര്യങ്ങൾ എഴുതി അങ്ങനെയല്ല. വേറൊരാൾക്ക് തന്നെ വേണം എന്നില്ല. നിങ്ങൾക്ക് തന്നെ നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് ലെറ്റർ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് ആളോട് നമുക്കിപ്പോൾ എനിക്ക് ഷിഹാബാണ് എപ്പോഴും എൻ്റെ കംഫർട്ടബിൾ സ്പേസ്. ഷിഹാബിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല നമ്മുടെ സ്നേഹം, നമ്മുടെ സങ്കടം, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ കാര്യങ്ങളെ എല്ലാം നമുക്ക് ഓപ്പണായിട്ട് എഴുതാം. കൂടെ നമുക്ക് എന്താ പറയുക, ഒരു ലെറ്റർ എന്ന് പറയുന്നത് എന്ന് കരുതി നമ്മൾ ഡംപ് ചെയ്യാന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരെയും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നന്നായിട്ട് എന്താ പറയുക, സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, അവർ നമുക്ക് തരുന്ന സപ്പോർട്ട് എല്ലാം ചേർത്തിട്ട് ഒരു ലെറ്റർ എഴുതാം. ഒരു ലവ് ലെറ്റർ എഴുതാം. പാരൻസിന് ഒരു ലെറ്റർ എഴുതാം. പിന്നെ സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്ത് ലെറ്റർ എഴുതാം. കാർഡ്സ് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മളെ ഇൻസ്റ്റൻ്റ്ലി ഓക്കെ ആക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലവ് ലെറ്റർ എഴുതുക ഇൻ ദ സെൻസ് ഞാൻ എപ്പോഴും എൻ്റെ കുറേ പേഴ്സണൽ ആയിട്ടുള്ള ഫേവറേറ്റ് പേഴ്സൺസ് ഉണ്ട്. സോ ഇവർക്കൊക്കെ ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എഴുതുന്ന ലെറ്റർ ഒന്നും ഈ പറയുന്ന പോലെ അയക്കാറൊന്നുമില്ല. നമ്മൾ തന്നെ കീപ്പ് ചെയ്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. അത് ചില സിറ്റുവേഷൻ വരുമ്പോൾ ഞാനിങ്ങനെ എഴുതുന്നതാണ്. എഴുത്താണ് എന്നെ എപ്പോഴും ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നത്. പണ്ട് തൊട്ടും അതെ, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും എനിക്ക് എഴുതാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ബ്രേക്ക് എടുത്തേക്കാണ്, എഴുതാതിരിക്കുന്നതല്ല. സോ ഞാനെപ്പോഴും ലവ് ലെറ്റർ എഴുതുന്നു. ഇപ്പം ഈ സമയത്തൊക്കെ ഞാൻ മമ്മീനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മമ്മീനോട് ഇങ്ങനെ പറയുന്ന പോലെ എഴുതി വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം സെൽഫ് ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ്. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വിഷമം എനിക്ക് വരുമ്പോൾ വിട്ടുകളയടി എന്ന് പറയാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. വേറൊരാൾ വിട്ടുകളാന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ എടുക്കണം എന്നില്ല. സോ ഞാനാണ് എപ്പോഴും എന്നെ പൊട്ടെ 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 പോ നടക്ക്, മുന്നോട്ട് പോ, ഇവിടെ നിൽക്കരുത്, തട്ടിത്തിളഞ്ഞ് നിൽക്കരുത്, ഇതല്ല അവസാനം എന്ന് പറയാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. സോ നമ്മളെപ്പോഴും നമ്മളോട് സംസാരിക്കാൻ നമ്മൾ നമുക്ക് തന്നെ ലെറ്റേഴ്സ് എഴുതുക. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ഇതൊക്കെയാണ് വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ജീവിതത്തോട് തന്നെ. ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വിഷമമുള്ള സമയത്താണ് നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുക. അത് ഞാനായാലും അങ്ങനെയാണ്, നിങ്ങളായാലും അങ്ങനെയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സന്തോഷത്തിനെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ. എനിക്ക് 10th 10+ കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് 10+ കിട്ടി എന്നതിന് സംഭവത്തിന് മാത്രമേ ആലോചിക്കുള്ളൂ. എനിക്ക് 9th സ്കോർ കിട്ടി, 8th സ്കോർ കിട്ടി, ഞാൻ വേറെ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയിൽ പങ്കെടുത്ത് അതിലും കിട്ടിയെന്നൊന്നും നമ്മൾ അപ്പം ആലോചിക്കില്ല. ആ ഒരു 10th കാര്യം മാത്രം. മറിച്ച് നമുക്ക് 10th ഒരു സബ്ജക്റ്റ് പോയിട്ടുണ്ട്, നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്, റീ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഞാൻ അത്ര മോശം ആളൊന്നും അല്ല, എനിക്ക് 9th സ്കോർ ഉണ്ടായിരുന്നു, ഇതെന്തോ ഒരു സിറ്റുവേഷൻ കാരണമാണ്, പിന്നെ എനിക്ക് റീ എക്സാം ചെയ്യാൻ പറ്റിയല്ലോ, എനിക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ, എക്സാമിന് എനിക്ക് പ്രിപ്പയർ ചെയ്യാമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ തോൽവികളിലും വിഷമങ്ങളിലും മാത്രമേ ആലോചിക്കുകയുള്ളൂ അല്ലേ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. സോ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമുക്കുള്ളതുകൾ എന്താ പറയുക, കൗണ്ട് ചെയ്യുക. നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് നമ്മുടെ തലയുടെ മേളിൽ ഒരു റൂഫുണ്ട്, ഇതുപോലും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. നമുക്കൊരു വീടുണ്ട്, നമുക്ക് പാരൻസ് ഉണ്ട്. നമ്മൾ ആസ് ഓഫ് നൗ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അസുഖങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും വരാം. പക്ഷേ നമുക്ക് ഈ വിഷമത്തിൻ്റെ കൂടെ ഒരു അസുഖം കൂടെ നമുക്കില്ല എന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. നമുക്ക് ചെറുതാണെങ്കിലും ഒരു ജോലിയുണ്ട്, നമുക്ക് നല്ല കുറച്ച് കൂട്ടുകാരുണ്ട്, നമുക്കൊരു 10 രൂപ കടം വാങ്ങാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ലൈക്ക് അടുത്ത മാസം ആ 10 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ജോലി എനിക്കുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇതല്ലെങ്കിൽ വേറൊരെണ്ണം, എനിക്കിത് തന്നെ വേണം, അതല്ലെങ്കിൽ ഇത് വാങ്ങാനേ എനിക്ക് പറ്റുള്ളൂ, അങ്ങനെയല്ല. എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് എൻ്റെ ഓപ്ഷൻസ് പറയാൻ പറ്റുന്നുണ്ട്, എനിക്ക് എൻ്റെ ശരി തെറ്റുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു വേൾഡ് എൻ്റെ ചുറ്റുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, എനിക്ക് വിഷമം വരുമ്പോൾ ഓടി വരാൻ ഒത്തിരി ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ വിഷമം വരുമ്പോഴേ നമ്മൾ ആലോചിക്കുള്ളൂ. സന്തോഷം വരുമ്പോൾ നമ്മൾ ആ സന്തോഷം മാത്രമേ ആലോചിക്കുള്ളൂ. സോ ഞാൻ ഇനി അധികം അങ്ങോട്ട് പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ എപ്പോഴും ഇവിടെ ഒരു പിക്ക് കൊടുക്കാം കേട്ടോ. ഞാനിതൊക്കെ ടൈപ്പ് ചെയ്ത് എൻ്റെ വാൾപേപ്പർ ആക്കിയിട്ട് ഞാനിവിടെ എൻ്റെ ഫോണിൽ എൻ്റെ വാൾപേപ്പർ ഇപ്പോൾ ഈ പോയിൻറ്റ്സാണ്, ഇപ്പം ഞാൻ പറഞ്ഞ ഈ പോയിൻറ്റ്സാണ്. കാരണം എനിക്കിത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഞാനെപ്പോൾ ഓക്കെ ആകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് പീരീഡ്സിൻ്റെ ഒരു
സമയത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മൂഡ് സ്വിങ്സും ഡിസപ്പോയിൻമെൻറ്റ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്, സങ്കടം വരാറുണ്ട്. അതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഓക്കെ ആവാൻ ശ്രമിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന പോലെയാണ്. അത്രയും ഓപ്പൺ ആയിട്ടാണ് ഞാൻ എൻ്റെ ഇമോഷൻസ് പറയുന്നത്. പക്ഷേ എന്നെ ഞാൻ കേൾക്കുന്ന പോലെ തന്നെ ജഡ്ജ്മെൻറ്റ്സ് ഇല്ലാതെ നല്ല രീതിക്ക് എന്നെ കേൾക്കുന്ന ഒരു 10 പേരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കൂടുതൽ ആളുകളൊന്നും വേണ്ട. ഒരു 10 പേര്, ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുറച്ച് ആളുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആർക്കും വിഷമങ്ങളൊന്നും കൊടുക്കരുത് എന്നാണല്ലോ നമ്മളും ആഗ്രഹിക്കുക. കരഞ്ഞു തളർന്നിരിക്കണം എന്നൊന്നും ഒരു വ്യക്തിയും വിചാരിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒത്തിരി സ്നേഹത്തോടെ, വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ്, സിന്ദഗി ഓഫ് ദിൽന. ബൈ.